ഞാൻ ഇമോഷണലായി ഒരു ദിവസം കൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുറേ കുറവുകളുണ്ട്, അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു എൻഡിങ്ങിൽ എനിക്ക് അതാണ് തോന്നുന്നത്, എനിക്ക് എല്ലാം കഴിയും. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എന്താ എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് ഇതൊരു അംബീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു PSC എഴുതിയെടുത്ത് ഗവൺമെൻറ് പോസ്റ്റിൽ നല്ല ടീച്ചർ ആവണം എന്നുള്ളതാണ് എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു അംബീഷൻ മനസ്സിലുണ്ടെങ്കിലും എന്നെക്കൊണ്ട് അത് പറ്റുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ, എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് കൂടുതൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്കത് പറ്റും. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് 2 വർഷമൊക്കെ എടുത്ത് ഈ PSC നോക്കിയൊക്കെ എപ്പോഴാണ് കിട്ടുക അങ്ങനെ പറഞ്ഞ് ബാഗിലേക്ക് നിർത്തിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് കിട്ടുമോ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാനത് ചോദിക്കും, എനിക്ക് ഇത് കിട്ടുമോ, എന്താണ് എനിക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആൾ പറയും അവരിങ്ങനെ പറയുകയാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആത്മബലത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ നമ്മൾ ചെയ്യുന്നതും എനിക്ക് ആ ഒരു അംബീഷൻ്റെ മനസ്സിൽ നിൽക്കുന്നതും. അപ്പോൾ ഈ ക്ലാസ് കേട്ടതോടുകൂടി അത് കൂടുതൽ എൻ്റെ മനസ്സിൽ ഉറച്ചു എന്നാണ് പറയുന്നത്. അത്ര നല്ലൊരു ഇൻസ്പിറേഷനാണ് എനിക്കിന്ന് കിട്ടിയത്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഇവിടെ എന്താണ് ഇപ്പോൾ ഓരോ വീഡിയോ കാണിച്ച് തന്നപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്, ഓരോ സാഹചര്യങ്ങളും ഓരോ അവസരങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്. എല്ലാവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ ഈ ആഗ്രഹം എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അതിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ബിഎഡിൽ ചേർന്നപ്പോൾ ഇപ്പോഴും എനിക്ക് ടീച്ചിങ്ങിനും കഴിയുമെന്ന് എനിക്ക് ഓർക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസുള്ള ഒരാളാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നല്ല ടെൻഷനുള്ള ആളാണ്. പക്ഷേ ഈ ഒരു ക്ലാസ് കേട്ടതോടുകൂടി എനിക്കും പറ്റും എന്നുള്ളൊരു ഈ ബിഎഡ് മറ്റ് എൻ്റെ ഉപയോഗത്തിനും എനിക്ക് ഒരുപാട് പേര് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം എനിക്ക് ഫാമിലി ബാധ്യതകൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നെ തളർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നിട്ട് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇരിക്കുമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ. സാറിൻ്റെ ഈ ക്ലാസ് പറയാൻ എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് എല്ലാം റിലേറ്റഡാണ്, ഒരുപാട് കാര്യങ്ങൾ അറിവ് പറയാനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനോട് ഇരിക്കുന്ന ആളുകളാണ്. എന്താ പറയുക, സാർ ക്ലാസ് സമയത്ത് പറഞ്ഞല്ലോ നമുക്ക് ഒരാളെ പറ്റി നല്ലത് തോന്നിയാൽ നല്ലത് പറയാനാണ്. അത് സാറെ പറ്റി നല്ലത് പറയണമെന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കഴിവുകളും എല്ലാവർക്കും കൊടുക്കുന്നു അല്ലേ. നമ്മൾ പറയാം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ സാറ് പറഞ്ഞാൽ സാറ് കാണാൻ നല്ല ഭംഗി, അല്ല പാടാൻ കഴിവ്, അഭിനയിക്കാൻ, സ്പോർട്സ്, നല്ല കുടുംബം, അതില്ല ചെറിയൊരു മനുഷ്യനത് പ്രസന്റ് ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന പ്രസന്റ് ചെയ്യാനൊരു കഴിവില്ല, ഇല്ലാത്തത് തോന്നിപ്പിക്കാനും കഴിയുന്ന കുട്ടികൾക്ക്. അങ്ങനെയാണെങ്കിൽ അതൊരു കഴിവാണ്. ചിലപ്പോൾ എന്താ പറയുക
സന്തോഷമുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ പോലെ വളരെ സന്തോഷമുണ്ട്. പിന്നെ പിന്നെ പേഴ്സണലി എനിക്ക് കാര്യം പറയുകയാണെങ്കിൽ പല അർത്ഥത്തിൽ എന്താ പറയുക എനിക്ക് റിലേറ്റഡ് ആണ് കാര്യങ്ങൾ. ഒന്നാമത് എൻ്റെ കരിയർ ചൂസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പാരൻസ് ഗവൺമെൻറ് എംപ്ലോയീസാണ്. സോ അവർ കുറേ എക്സ്പെക്ടേഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഡാൻസ് വളരെ സന്തോഷമാണ്.